ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് കേസരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേസരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കേസരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച ശേഷം അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് റോസ്റ്റായ ഒരു സ്മെല്ല് വരും. ആ സമയം സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ കേസരിയിലേക്ക് ചേർക്കാനായിട്ട് കാഷ്യൂനട്ടും റൈസൻസും ഫ്രൈ ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ റൈസൻസും ചേർത്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്തത്. കാഷ്യൂനട്ട് റൈസൻസ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റവ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിന് റവ ചേർത്തതിന് ശേഷം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മാങ്ങയുടെ പ്യൂരി. മാങ്ങ നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഷുഗറൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ നന്നായിട്ട് റവയായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാകുന്നത് വരെ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും റൈസൻസിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഗാർണിഷിനായിട്ട് എടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഏതെങ്കിലും എടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട് റൈസൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കേസരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും കാഷ്യൂനട്ട് റൈസൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങളൊരു സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം മുകൾ ഭാഗം നന്നായിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കാം. എളുപ്പത്തിലുള്ള മാംഗോ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കേസരി ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.